ഇതൊക്കെ കാണാതെയും കേൾക്കാതെയും ആസ്വദിക്കാതെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവസരങ്ങളൊന്നും മിസ്സാക്കാതെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ എവിടാണെന്ന് വെച്ചാൽ പോവാറുമുണ്ട്. അങ്ങനെ ഇതുവരെ കാണാൻ പറ്റാത്ത 2 കാര്യങ്ങളായിരുന്നു വൈക്കത്ത് അഷ്ടമിയും അതുപോലെ തന്നെ നമ്മുടെ തൃപ്രയാർ ഏകാദശിയും. ആനയും പൂരവും മേളവും ഉത്സവങ്ങളും ഒക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ, ഇല്ല എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ മാത്രം കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഈ ഉത്സവങ്ങളും പൂരങ്ങളും മേളങ്ങളും ഒക്കെ മിസ് ചെയ്യുമ്പോൾ മലയാളികളായ നമുക്കുണ്ടാവുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ നാട്ടിലെ ഓരോ ഉത്സവങ്ങളും പൂരങ്ങളും എല്ലാം ആഘോഷിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും എല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യം, പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്രാവശ്യത്തെ വൈക്കത്ത് അഷ്ടമിയും തൃപ്രയാർ ഏകാദശിയും കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റി. കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒക്കെ കിട്ടുന്ന ഈ ഒരു എനർജിയും ഈ ഒരു വൈബും വേറെ ഒന്നിനും ഒരിടത്തു നിന്നും കിട്ടില്ല എന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മേളത്തിൻ്റെ കാര്യം, അതുപോലൊരു രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റ് തരാൻ പറ്റുന്ന വേറൊരു തീപ്പൊരി ഐറ്റം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മലയാളികളുടെ ഒരു വികാരവും സ്വകാര്യ അഹങ്കാരവും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ.